സ്വരാജ് അവിടെ വന്ന് ഇറങ്ങുന്നതോടുകൂടി അവിടുത്തെ കളം ഒരു പരിധിവരെ മാറി എന്നുള്ളതാണ്. ശക്തമായ മത്സരത്തിൻ്റെ കളം CPM ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു നേതാവിനെ അവിടെ മത്സരിപ്പിക്കുകയും അതിൻ്റെ കേഡർ സമുദായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ച് അവിടെ ശക്തമായ രീതിയിൽ മത്സരിക്കാൻ തുനിഞ്ഞു തന്നെയാണ് CPM ഇറങ്ങിയിരിക്കുന്നത്. അത് വേറെ ഒന്നും നോക്കുന്നില്ല. അവരെന്താണോ ഇടതുപക്ഷം മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ആ ശൈലിയിൽ തന്നെ ആ ഇലക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുകയും അത് കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാം CPM പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ സ്ഥാനാർത്ഥിനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, പ്രഖ്യാപിച്ചിട്ടുണ്ടാവില്ല. ഞാൻ വിചാരിക്കുന്നത് CPM സ്വരാജിനെ നേരത്തെ തന്നെ തീരുമാനിക്കുകയും അതനുസരിച്ച് 3 മാസം മുന്നേ അവിടെ ആ മണ്ഡലത്തിന് ചുമതല കൊടുക്കുകയും അതനുസരിച്ച് വർക്ക് ചെയ്യാൻ പോവുകയും ഒക്കെ തീരുമാനിച്ച് അങ്ങനെ തന്നെയാണ്. അതെന്താണ് അതിന് കാരണം? പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് അവിടെ CPMൻ്റെ സിറ്റിംഗ് സീറ്റായി നഷ്ടപ്പെടുത്തി പോകാൻ പാടില്ല എന്നുള്ള CPMൻ്റെ നിലപാട് കൊണ്ടാണ്. ആ നിലപാടനുസരിച്ചിട്ട് തന്നെയാണ് ശരിക്കും ഈ സ്വരാജിനെ അവിടെ ഇറക്കിയിട്ടുണ്ടാകുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്.